എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റാഗി സേമിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റാഗി സേമിയ ഇല്ലേ, അതേ സേമിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അനിൽ ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റാഗി സേമിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന സേമിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അത്രയും തിക്നെസ് ഉണ്ടാവില്ല റാഗി സേമിക്ക്, കാരണം അത് ഉപ്മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണല്ലോ, അതുകൊണ്ട്. പിന്നെ ഏത് ഗ്ലാസ്സിലാണോ സേമിയ അളന്നത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാല് കാച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇത് 1/2 ലിറ്ററിൻ്റെ പാല് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സേമിയ വെള്ളം കളന്ന ഗ്ലാസ്സിലെ ആ ഗ്ലാസ്സിൽ 2.25 ഗ്ലാസ്സാണ് എനിക്ക് പാല് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. പാല് നന്നായി വറ്റി വരണേ. ഞാനത് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കുകയാണ്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ റാഗി സേമിയ ഇട്ടിട്ട് അത് 5 മുതൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സേമിയയുടെ കളർ മാറുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ. അപ്പോൾ ഇതിൻ്റെ കളർ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുക. ഞാനിപ്പോൾ കാണിച്ചില്ലേ, അതാണ് പാകം. ഇനി സേമിയ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണേ. ഞാനിവിടെ ആദ്യം തിളപ്പിക്കാൻ വെച്ചിരുന്ന പാല് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തൊട്ടേ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് തിളപ്പിക്കുന്നത്. പാല് തിളച്ച് തൂയിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കയ്യിലിട്ട് ഇളക്കിയത്. ഇനി ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ അത് ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് വറ്റി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ വെല്ലപ്പാവ് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായി ഞാൻ ആദ്യം അളന്ന് വെച്ചിരിക്കുന്ന വെല്ലത്തിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതേപോലെ അലിയിപ്പിച്ചെടുക്കുകയാണ്. നൂൽപ്പരുവത്തിലേക്കൊന്നും ആക്കി എടുക്കണ്ട, ജസ്റ്റ് വെള്ളം ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഒന്ന് ആറിച്ചെടുക്കണം. തിളപ്പിച്ച് വറ്റിച്ച പാൽ ഇപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച റാഗി സേമിയ ചേർക്കാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കടന്നിട്ടൊന്ന് കുക്കാവട്ടെ. റാഗി സേമിയ വെന്ത് കിട്ടാൻ ഈ ഒരു 5 മിനിറ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ അതിന് മേലെ കുക്കാവാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സേമിയ വെന്ത് വരുന്തോറും പായസം തിക്കായിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ പായസം തിക്കായി പോയാൽ തന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമോ കാച്ചിയ പാലോ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. സേമിയ പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാണ്. ഉടനെ തന്നെ ഇതിലേക്ക് വെല്ലപ്പാവ് ചേർക്കരുത്, കാരണം പാലിപ്പോൾ നല്ല ചൂടായിരിക്കുകയാണല്ലോ. വെല്ലപ്പാവ് ചേർത്താൽ പാല് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെല്ലപ്പാവ് ചേർക്കാം. വെല്ലപ്പാവ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ അത് ആറും തോറും തിക്കാവുമല്ലോ. അപ്പോൾ എനിക്കിവിടെ അരിച്ചെടുക്കാൻ പറ്റാത്ത വിധം തിക്കായി പോയി. അപ്പോൾ അത് കാരണം ഞാൻ അതിനെ ഒന്നുകൂടി ചൂടാക്കി എടുത്തിട്ട്, തിളപ്പിച്ചില്ല, ചൂടാക്കി എടുത്തതിന് ശേഷം അരിച്ചെടുക്കുകയാണ് ചെയ്തത്. വെല്ലപ്പാവ് ചേർത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നന്നായി മിക്സ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ പാലിൻ്റെയും വെല്ലത്തിൻ്റെയും ചൂട് കറക്റ്റ് ആയതുകൊണ്ട് പാലിനൊന്നും സംഭവിച്ചിട്ടില്ല, പിരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ വെല്ലത്തിന് പകരം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പാലിലിട്ട് റാഗി ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തല്ലോ, അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താം. പിന്നീട് റാഗി കുക്കായാലും കുഴപ്പമില്ല കേട്ടോ, കാരണം പഞ്ചസാര കടന്നു കഴിഞ്ഞാൽ പിന്നെ വേവില്ലല്ലോ. ഞാനിതിലേക്ക് ആദ്യം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്തായാലും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.